ഈ ലോകത്ത് വിജയിക്കുന്നത്, ഈ ലോകത്ത് സന്തോഷിക്കുന്നത് പ്രശ്നങ്ങളുള്ളവനല്ല, പ്രശ്നങ്ങൾ മാറ്റി നിർത്തി പരിഹാരങ്ങൾ അന്വേഷിക്കുന്നവനാണ്. പ്രശ്നം നോക്കുകയാണ് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവുള്ളൂ, എന്നാൽ പരിഹാരം നോക്കുന്നതിന് മുമ്പിലൊക്കെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമുണ്ട്. ഒരു കുടുംബത്തിൽ ഒരു ഭാര്യയും ഭർത്താവും 2 കുട്ടികളും. മൂത്ത മകള് ഇളയ മകന്. മൂത്ത മോക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ മാത്രമുള്ള ഒരു പ്രായം പക്വതയായിട്ടുണ്ട്. ഇളയത് ചെറിയ മകനാണ്. അച്ഛൻ ചെയ്ത ബിസിനസ് തകർന്ന് തരിപ്പണമായി. ഇനി ഒരിക്കലും തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് വരാനാവില്ല എന്ന് മനസ്സിലായ അച്ഛൻ ഈ അമ്മയോടും പറഞ്ഞാൽ മനസ്സിലാവുന്ന മൂത്ത മോളോടും പറയാണ്, നിങ്ങളിനി ഒരുപാട് കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നത് പ്രതീക്ഷിക്കേണ്ട. ഞാൻ ചില തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മൾ അധിക കാലം ഇനി ഈ മണ്ണിൽ ഉണ്ടാവില്ല. അത്രയ്ക്കും വലിയ പ്രശ്നത്തിൽ ഞാൻ പെട്ടു കിടക്കുന്നത്. അദ്ദേഹം സൂചിപ്പിക്കുന്നത് മരണത്തെക്കുറിച്ചാണ് എന്ന് ഈ അമ്മയ്ക്കും മോക്കും ബോധ്യമായി. അതങ്ങനെ പറയാറുണ്ടെങ്കിലും ശരി, അതങ്ങനെ നീണ്ടുപോകുന്നുണ്ട്. കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഭർത്താവ് അച്ഛൻ ഒരിക്കൽ വീട്ടിലേക്ക് നല്ല സമൃദ്ധമായ ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ട് ഭാര്യയും മക്കളും കൂടി വലിയ സന്തോഷത്തോടെ, വലിയ ആവേശത്തോടെ ഈ ഭക്ഷണം അങ്ങനെ വാരി കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഈ അച്ഛനങ്ങനെ നോക്കി നിൽക്കുകയാണ്. അയാൾ ഒരുപാട് സന്തോഷത്തിലായപ്പോ തൻ്റെ ഭാര്യയും മക്കളും ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട ഭക്ഷണം വലിയ സന്തോഷത്തോടെ കഴിക്കുകയാണ്. ഇത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ ഭാര്യയോടും മൂത്ത മോളോടും പറയാണ്, പിന്നെ ഇന്ന് ഇത്രയും നല്ലൊരു ഭക്ഷണം ഞാൻ വാങ്ങിക്കൊണ്ടാനുള്ള കാരണം എനിക്ക് വലിയ പൈസ വേറെ കിട്ടിയതിന് ലോട്ടറി അടിച്ചു എന്നല്ല. ഞാൻ ഇങ്ങോട്ട് കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, നമ്മൾ ഈ മണ്ണിന്ന് പോകണമെന്ന്. അതിന് ഞാൻ തിരഞ്ഞെടുത്ത ദിവസം എന്നാണ്. മരിക്കുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾ ഒരു നല്ല സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടതിന് ശേഷം മരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്രയൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഞാൻ ഇന്ന് നല്ല ഭക്ഷണം വാങ്ങിച്ചത്. നിങ്ങളെല്ലാവരും അത് നന്നായി ആസ്വദിച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അടുത്ത തീരുമാനമാണ് മരിക്കലാണ്. അപ്പോ നിങ്ങൾ എന്തായി പറയുന്നത്? എങ്ങനെ മരിക്കുന്ന പറയുന്നത്? ഭാര്യ അപ്പൊ പറയാം, അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ ബേജാറാകണ്ട. മൂപ്പർ രാത്രി പോയിട്ട് ഒരു പെട്ടി ഇങ്ങോട്ട് എടുത്തിട്ട് വന്ന്, എന്നിട്ട് പെട്ടി തുറന്ന് കാണിച്ചിട്ട് ഭാര്യയോടും മോളും മക്കളും പറയാണ്, ഇതാ നോക്ക്, അതിനകത്ത് കത്തിയുണ്ട്, കയറുണ്ട്, വിഷമുണ്ട്, പെട്രോൾ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെന്ന് പറഞ്ഞോ അതുകൊണ്ട് ഞാൻ കൊന്നു തരൂ. നിങ്ങൾ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഞാൻ മരിക്കുള്ളൂ, ഞാൻ ആത്മഹത്യ ചെയ്യും. അതല്ല, ഞാൻ മാത്രം പോയി കഴിഞ്ഞാൽ ഈ നാട്ടിലെ കടക്കാര് നിങ്ങളെ വന്ന് പിച്ച് ചെയ്യുന്നത് എനിക്ക് എൻ്റെ ആത്മാവിന് പോലും ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ക്രൂരത ഞാൻ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മരിക്കേണ്ടതെന്ന്. ഈ ഭാര്യയും ഈ മോളും കൂടി പെട്ടിയിലേക്ക് നോക്കിയിട്ട് ആ മൂർച്ചയുള്ള കത്തിയും കയറും വിഷവും പെട്രോളും കണ്ടിട്ട് വിറച്ച് വെറുങ്ങലിച്ചുകൊണ്ട് ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അച്ഛന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കാര്യപ്രാപ്തി ഒന്നും എത്താത്ത ചെറിയ മോന് പെട്ടിയിലേക്കൊന്ന് നോക്കി. അതിനുശേഷം അച്ഛന്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് മോൻ ചോദിക്കാണ്, അല്ല അച്ഛാ, മരിക്കാൻ ഇത്രയും വഴി അന്വേഷിച്ച് നടക്കുന്ന നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു വഴി കണ്ടുപിടിച്ചുകൂടായിരുന്നു? ആ ചോദ്യം അയാൾ പിടിച്ചുലച്ചളഞ്ഞു. മരിക്കാൻ ഇത്രയും വഴി കണ്ടുപിടിക്കാൻ നടക്കുന്ന നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു വഴി കണ്ടുപിടിച്ചുകൂടായത്? ഹലോ, പ്രശ്നങ്ങളല്ല പ്രധാനം, പരിഹാരമാണ് പ്രധാനം. പ്രശ്നങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ പരിഹാരങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അതാണ് പ്രധാനം. അത് കണ്ടുപിടിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. എൻ്റെ നിങ്ങളെ പ്രശ്നങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ജോലി കൊണ്ട് പരിഹാരമായില്ലെങ്കിൽ വേറൊരു പരിഹാരം നമ്മുടെ കയ്യിലുണ്ട്. ചില ആളുകൾ വിചാരിക്കുന്നത് ഞാൻ കുറച്ച് മരിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്താൽ അങ്ങ് രക്ഷപ്പെടുന്ന. അങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്തവനൊക്കെ കഷ്ടപ്പെട്ട് മരിച്ചിട്ടുള്ളൂ. അവിടെ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പണിയെടുക്കുന്നത് ബിസിനസ്സിലേക്ക് മാറണോ? ഒരു ദിവസവും ഒരാൾ കാർ ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ക്ഷീണം തോന്നിയപ്പോൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ഡോർ അങ്ങ് തുറന്നിട്ട് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ ഒരു പാറ്റ പറന്ന് അകത്ത് കയറി. ആ പാറ്റയെ അയാൾ കൈകൊണ്ടങ്ങ് ആട്ടി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് പോയിട്ട് ചില്ലിനടിക്കുന്നു കുറേ അടിച്ചിട്ട് അത് വീണ്ടും താഴേക്ക് അങ്ങോട്ട് വീണ് ചത്ത്. ഹലോ, ആ
തുറന്നിട്ട് ഡോറിനകത്ത് ജില്ലിലടിച്ച് ചാകുന്നതിനേക്കാൾ നല്ലത് താഴെ കൂടി സൈഡിൽ കൂടി പുറത്തേക്ക് പോകുന്നതാ. പക്ഷെ അത് വിചാരിച്ച് ഈ ചില്ലിന് തകർത്ത് എനിക്ക് അങ്ങോട്ട് പോയാൽ ഞാൻ കഴിച്ചിലാവുന്ന പല ആൾക്കാരും പണിയെടുത്ത് മരിച്ചു പോകുന്ന അങ്ങനെയാണ്. അതൊരു പ്രതീക്ഷ മാത്രമാണ്. പകരം ഇപ്പുറത്ത് ഇഷ്ടംപോലെ ഒഴിഞ്ഞ സ്ഥലമുണ്ട്, അതിന് പുറത്തേക്ക് പോയാൽ മതി. അത് നമ്മൾ കാണാതെ പോവുക. ജീവിതത്തിൽ വിജയിച്ച ആളുകളൊക്കെ ഒന്നുകിൽ ബിസിനസ്സുകാരാണ്, അതിൽ തന്നെ ബിസിനസ്സുകാരിൽ ഒരുപാട് ബിസിനസ് ഉള്ളവരാ, അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ് സ്ഥാപനം നടത്തുന്നവരാ. നേരത്തെ അനീസ് സാർ പറഞ്ഞ് ചാറ്റ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഇതേപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ കൂടെ നിർത്തി വർക്ക് ചെയ്യാനുള്ള ഒരവസരം ഇവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പണക്കാരാവുന്നത് എന്ന് ചോദിച്ചാൽ അത് കുറുക്ക് വഴിയുള്ളതുകൊണ്ടല്ല, അത് എളുപ്പവഴി കൊണ്ടല്ല, അത് ആളെ പറ്റിക്കൊണ്ടല്ല, അത് പിടിച്ചു പറിക്കലോണ്ടല്ല. അതിനൊരു കാരണം, ഒന്ന്, നമ്മൾ ഒറ്റയ്ക്കല്ല പണിയെടുക്കുന്നത്, കൂട്ടമായിട്ടാണ് പണിയെടുക്കുന്നത്. കൂട്ടമായ പ്രാർത്ഥനയ്ക്കും കൂട്ടമായ പ്രവൃത്തിക്കും വലിയ റിസൾട്ട് ഉണ്ട് ലോകത്ത്. ആ കൂട്ടമായ പ്രവൃത്തി നമ്മൾ ഏറ്റെടുക്കണം. അതിൽ ചിലപ്പോ സംസാരിക്കാൻ കഴിയാത്തവരുണ്ട്, ചെവി കേൾക്കാത്തവരുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തവരുണ്ട്, സ്ട്രോക്ക് വന്ന് വീണുപോയവരുണ്ട്, ക്യാൻസറിനെ അതിജീവിച്ചവരുണ്ട്, ആണുണ്ട്, പെണ്ണുണ്ട്, വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഇതൊരു കൂട്ടം ആളുകൾ സക്സസ് ആകാൻ വേണ്ടിയുള്ള ഒരുമിച്ചുള്ള പ്രവർത്തന. ആ പ്രവർത്തനത്തേക്ക് തന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പിടിച്ചു നിൽക്കാൻ തീരുമാനിച്ചാൽ അവർ വിജയിച്ചിരിക്കുന്നത് ഉറപ്പ് പറയാവുന്ന മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അപ്പൊ അവിടെ പ്രവൃത്തിയാണ് പ്രധാനം, കൂട്ടമായ പ്രവൃത്തിയാണ്. ഒറ്റയ്ക്കല്ല പണിയെടുക്കുന്നത്, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ നമ്മളെ കൂടെ വരികയാണ്. നേരത്തെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് സംസാരിക്കാനാവില്ല, കേൾക്കാനാവില്ല എന്നാണ് അനൗൺസ് ചെയ്യപ്പെട്ടത്. പക്ഷേ അയാളെ കൂടെ നാളെ നൂറുകണക്കിന് കേൾക്കുന്നവരും കാണുന്നവരും സംസാരിക്കുന്നവരും കടന്നു വരുമ്പോൾ ഇന്ന് ആഴ്ചയിൽ 2,10,000 രൂപ ഇന്ന് ഏതൊക്കെ ലീഡർമാർ വാങ്ങിയിട്ടുണ്ടോ അതേ വരുമാനം അദ്ദേഹത്തിന് വാങ്ങിക്കാൻ കഴിയുന്ന തരത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല. പിടിച്ചെന്ന് പ്രവർത്തിക്കാനുള്ള മനസ്സിലായാൽ മതി. അയാൾക്ക് വേണ്ടി കേൾക്കാൻ നൂറുകണക്കിന് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്, അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ആയിരക്കണക്കിന് നാവുകൾ നമ്മുടെ കൂടെ ഉണ്ട്, അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ 10,000കണക്കിന് കൈകൾ നമ്മുടെ കൂടെ ഉണ്ട്, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 10,000കണക്കിന് ആളുകൾ നമ്മളുണ്ട്. ആ കൂട്ടമായ പ്രാർത്ഥനയും പ്രവൃത്തിയുള്ള സമയത്ത് എങ്ങനെ പരാജയപ്പെടുത്താനാ? അവർക്ക് വിജയിക്കുന്നതിനകത്ത് എനിക്ക് യാതൊരു തർക്കമില്ലെന്ന്. ഇവിടെ വിജയിച്ചവരൊന്നും കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല, കൂടെ വന്ന ആളുകളെ സ്നേഹത്തോടെ കൂടെ നിർത്തി വലിയൊരു ടീം ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ടാണ്. ഇനി ആളുകൾ ഇതിനകത്ത് വിജയിക്കുന്നതിന് രണ്ടാമത്തെ വേറൊരു കാരണമുണ്ട്. ആ കാരണം എന്ന് പറയുന്നത് ചെയ്യുന്ന ഒരേ ജോലിക്ക് വ്യത്യസ്ത വരുമാനങ്ങൾ കിട്ടുന്നുണ്ടാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂലിപ്പഴുത്താൽ, പെയിന്റിന് പഴുത്താൽ ആ പെയിന്റിങ്ങിന് കൂലി കിട്ടും, ഡ്രൈവിംഗ് ചെയ്ത് അതിന് കൂലി കിട്ടും, തേപ്പുകാരൻ തേപ്പിന്റെ കൂലി കിട്ടും, കെട്ടുകാരന് കൂലി കിട്ടും. എന്ത് മേഖല പണിയെടുത്തോ ആ പണിയെടുത്തതിന് വൈകുന്നേരം ഒരു വരുമാനം കിട്ടുന്നുണ്ട്. അതല്ലെങ്കിൽ അത് ആഴ്ചയിൽ തരൂ, അല്ലെങ്കിൽ ചിലർക്ക് ഇത് മാസത്തിൽ ഒരുമിച്ച് കൊടുക്കും. എന്നാൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അങ്ങനെയല്ല. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് നിങ്ങൾ ഓരോ ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി വിറ്റിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ ലക്ഷം BVയുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വിറ്റിട്ടുണ്ടെങ്കിൽ, ആ വാങ്ങി വിൽക്കുന്നതിന് ശരാശരി ഒരു 30-35% ലാഭം ഉണ്ടാവും. ഈ നാട്ടിലെ എല്ലാ കച്ചവടക്കാരനും വാങ്ങുന്ന പോലെ ഒരു മാന്യമായ ലാഭം കിട്ടും. 1,00,000 രൂപ സാധനം വാങ്ങി വിറ്റാൽ ഒരു 1.30 എങ്ങനെയും വിൽക്കുക, ഒരു 30,000 രൂപ ലാഭം ഉണ്ടാവും. ലെഫ്റ്റും റൈറ്റും ഓരോ ലക്ഷമാണ് വിറ്റതെങ്കിൽ ഒരു 60,000 രൂപ ഉണ്ടാവും. അത് BVയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഒരു 70-75,000 രൂപ ലാഭമെങ്കിലും ഇത് വാങ്ങി വിറ്റേ കിട്ടും. അങ്ങനെ ഓരോ ലക്ഷം BVയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി വെക്കുമ്പോൾ ശരാശരി ഒരു 19,000 രൂപ ലാഭം കിട്ടുക. അതേ പണിക്ക് 1,00,000 BV ലെഫ്റ്റും റൈറ്റും മാച്ച് ചെയ്തതിന് ആഴ്ച വരുമാനമായി കമ്പനി ഒരു വീക്കിലി ഇൻകം അത് 450 രൂപ മുതൽ 2,10,000 വരെ തരൂ. അപ്പോൾ ഓരോ ലക്ഷം BVയുടെ സാധനം വിറ്റാൽ 12,000 രൂപ ഒരാഴ്ച വരുമാനം വേറെ തരൂ. ഓരോ ലക്ഷം BV ഒരു മാസം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു TC കമ്പനി റാങ്കിൽ വന്നവർക്ക് കമ്പനി അത് കൂടാതെ ഒരു മാസ വരുമാനം എക്സ്ട്രാ ഓഫർ ചെയ്തിട്ടുണ്ട്. അതിന് പെർഫോമൻസ് ബോണസ് എന്നാ പറയാം. എടുത്തതൊരൊറ്റ പണിയാണ്, പക്ഷേ അതിന് വാങ്ങി വിറ്റപ്പോൾ ഒരു വരുമാനം കിട്ടി, ആഴ്ചയിൽ വേറൊരു വരുമാനം കിട്ടി, മാസത്തേക്ക് ഒരു പെർഫോമൻസ് ബോണസ് കിട്ടി.
ടീം വളർന്നു വലുതാവാണ്. നിങ്ങൾ ടീമും കൂട്ടമായി പണിയെടുക്കുകയാണ്. DTC റാങ്ക് എത്തുമ്പോൾ മൂന്നാമത്തെ ഒരു വരുമാനം കൂടി കമ്പനി തരികയാണ്. അല്ലെ, മൂന്നാമത്തെ ഒരു ലെഗ് ഡെവലപ്പ് ചെയ്യാൻ പറയാണ്. അതിന് നാലാമത്തെ ഇൻകം തരികയാണ്. ഒന്ന് റീറ്റെയിൽ പ്രോഫിറ്റ് തന്ന്, ഒന്ന് ആഴ്ച വരുമാനം തന്ന്, ഒന്ന് മാസ വരുമാനം തന്ന്, അതുകൂടാതെ ലോയൽറ്റി ബോണസ് പറഞ്ഞ ഒരു വരുമാനം DTC റാങ്ക് മുതൽ മേലേക്ക് വേറെ കൊടുക്കുകയാണ്. ഇനി ZTC റാങ്ക് എത്തി. ഇതേ പണി നിങ്ങൾ തുടർന്നാൽ മതി. ZTC മുതൽ മേലേക്ക് ഒരു വാർഷിക വരുമാനം കൂടി വേറെ കൊടുക്കുക. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അവരവർ ചെയ്ത ബിസിനസിന് ഇൻകം ഒക്കെ അതാത് ദിവസവും അതത് ആഴ്ചയിലും അതത് മാസത്തിലും അതത് ലീഡർമാർ വാങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അറിഞ്ഞത് അഷ്റഫ് ദാറാണി എന്ന് പറഞ്ഞ നമ്മൾ ലീഡർ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തത് 2,53,000 രൂപയാണ്. അതുകൂടാതെ നമ്മളെ റഷീദ് പട്ടേലിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തത് 2,48,000 രൂപയാണ്. എടുത്തത് ഒരു പണിയാ, പക്ഷേ വരുമാനം വ്യത്യസ്ത തരത്തിലാണ്. ഇവിടെ 4-5 പണി എടുത്തിട്ട് ഒരു വരുമാനം കിട്ടുന്ന ആളുകളാ സാധാരണക്കാരൻ. എന്നാൽ ഒരു പണി എടുത്തിട്ട് 4-5 വരുമാനം വാങ്ങുന്നവരാ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്തുള്ളത്. അതിൽ തന്നെ 100 കണക്കിന് 1000 ആളെ കൂടെ നിർത്തി പണിയെടുക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഹലോ, 5 പണിയെടുത്ത് ഒരു വരുമാനം കിട്ടണോ, ഒരു പണിയെടുത്ത് 5 വരുമാനം കിട്ടണോ? ഏതാ താല്പര്യം? ആ വരുമാനം മുഴുവൻ കിട്ടുക. അപ്പോ എന്നെ ശ്രമിക്കുന്ന ആദ്യത്തെ ആള് വിചാരിക്കൂ, ഇയാളൊക്കെ ഒരു ഭാഗ്യോ, ഈ അവസരം ഇയാൾക്കൊക്കെ നേരത്തെ മനസ്സിലായി, നേരത്തെ കയറി നിന്നോട് രക്ഷപ്പെട്ട് അയാളെ കാലഘട്ടത്തിൽ വരേണ്ടതായിരുന്നു. എന്നാ എനിക്ക് പറയാനുള്ളത്, എൻ്റെ കാലഘട്ടത്തിൽ വരാതിരുന്നത് നിങ്ങൾ ഭാഗ്യവന്മാരാ. കാരണം ഞാൻ വന്നത് ഇതിന്റെ ഇരുണ്ട കാലഘട്ടത്തിലാണ്. ഇരുണ്ട കാലഘട്ടത്തിൽ ആ സമയത്ത് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ കടന്നു വരുന്ന സമയത്ത് ഈ കമ്പനിക്ക് കേരളത്തിൽ ഒരു ഓഫീസില്ല. കേരളത്തിൽ ഓഫീസ് ഇല്ലാത്തതുകൊണ്ട് കേരളത്തിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നില്ല. പക്ഷെ അനീഷ് സാർ പറഞ്ഞു, ഒരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്, നല്ല ഉൽപ്പന്നങ്ങളാണ്, വെള്ളി കയറി നിൽക്കണം, മുടക്കുന്ന പൈസയും മൂല്യമുള്ള ഉൽപ്പന്നം കിട്ടുന്നുണ്ട്, നഷ്ടം എന്തായാലും ഇല്ല, അതുകൊണ്ട് കയറി നിൽക്കാൻ തീരുമാനിച്ചു. നോക്കുമ്പോ പേരും അഡ്രസ്സും ഡീറ്റെയിലും കൊടുത്തപ്പോ സ്റ്റേറ്റ് തിരയാൻ പറഞ്ഞപ്പോ സ്റ്റേറ്റ് നോക്കിയപ്പോ കേരളം അത് കാണിക്കില്ല. ഈ കമ്പനി അന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല. കേരളം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ശവപ്പുറമാക്കി മാറ്റിയിട്ടുണ്ട്. അതിന് മുമ്പേ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ കമ്പനികളെയും അടച്ചു പിടിച്ചിട്ടുണ്ട് അന്നത്തെ സർക്കാർ. കേരളത്തിൽ ഒരു കമ്പനിക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അന്നത്തെ സർക്കാർ. അന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ സംഘടിച്ച് വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് CIT-യും AITUC-യും INTUC-യും BMS-ഉം HMS-ഉം ST-യും 6 തൊഴിലാളി സംഘടനകൾ ഒറ്റയ്ക്കും കൂട്ടായി നടത്തിയ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മേഖലയിൽ നിയമനിർമ്മാണം നടക്കുന്നത്. അതുവരെ കേരളത്തിൽ ബിസിനസ് ഇല്ല. അപ്പൊ എനിക്ക് കയറി നിൽക്കണമെങ്കിൽ കേരളത്തിൽ എൻ്റെ അഡ്രസ്സ് കയറാൻ പറ്റില്ല. അവിടെ തമിഴ്നാട് അഡ്രസ്സിലാണ് ഞാൻ ID അടിച്ചത്. എനിക്കറിയാം ഇവിടെ നിയമം വരും, അതിനുശേഷം പ്രവർത്തിക്കേണ്ടതുള്ളൂ. അങ്ങനെ കയറി നിന്നു. കേരളത്തിൽ ഓഫീസില്ല, കേരളത്തിൽ മീറ്റിംഗ് സെന്റർ ഇല്ല, കേരളത്തിൽ പിക്കപ്പ് സെന്ററുകളില്ല, കേരളത്തിൽ നേട്ടങ്ങളുടെക്കുള്ള കാണിക്കാനില്ല. ആ ഇരുണ്ട കാലഘട്ടത്തിൽ ഈ ബിസിനസ് കയറി നിന്നു. അന്ന് എന്നെ പിന്നിൽ കുറേ ആളുകൾ കളിയാക്കി. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ കാലം കഴിഞ്ഞു പോയതാണ്, അത് അടച്ചുപൂട്ടിപ്പോയതാണ്, ഇനി ഒരിക്കലും തിരിച്ചു പോരില്ല. അത് വിശ്വസിച്ചവരൊക്കെ ആ വഴിക്ക് പോയി. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് തിരിച്ചു വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് നഷ്ടമില്ല. ഞാൻ ബിസിനസ് കൊണ്ടുവരുന്ന നഷ്ടമില്ല. അത് മാത്രമല്ല, എനിക്കൊരു പ്രതീക്ഷയുണ്ട്, ഇതെല്ലാം തിരിച്ചു വരും. കാരണം ഈ മേഖലക്കകത്ത് ട്രേഡ് ഉണ്ടാക്കി അതിൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹിയാക്കി എല്ലാ സമരങ്ങളുടെയും മുമ്പിൽ നിന്നിട്ട് ആ സമരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ പ്രവർത്തിച്ചുകൊണ്ടാണ് പ്രതീക്ഷ നിൽക്കുന്നത്, വെറുതെ പ്രതീക്ഷിക്കല്ല. വെറുതെ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് അത് നടക്കണമെന്ന് മുമ്പൊന്നുമില്ല. ഒരു വീട്ടിൽ 2 കഴുതകളുണ്ടായിരുന്നു, ഒരു ചേട്ടൻ കഴുത, ഒരു അനിയൻ കഴുത. അതിന് മുതലാളി ഈ 2 കഴുതകൾ നന്നായി പണിപ്പിക്കുകയും നല്ല തല്ലു. അങ്ങനെ ഈ അടികൊണ്ട് സഹിക്കാനാവാതെ ചേട്ടൻ കഴുത അനിയോട് പറഞ്ഞ, എടാ അനിയ, ഇനി ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം, എങ്ങോട്ടെങ്കിലും പോവുക, എവിടെ പോയി ചത്താലും പ്രശ്നമല്ലേ, ഇയാളെ തല്ലുകൊണ്ട് ചാടണ്ടല്ലോ എന്ന്. അപ്പൊ അനിയൻ പറയണ്,
ചേട്ടാ നിങ്ങൾ പോകണ്ട, നിങ്ങൾ പോയിക്കോ, ഞാൻ പോണില്ല. അതെന്താ? എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. അതെന്താ? അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഒരു രാത്രി നമ്മളെ മുതലാളി വെള്ളം അടിച്ചിട്ട് ഇവിടുത്തെ ആ സുന്ദരിയായ കൊച്ചമ്മനെ എടുത്തിട്ട് തല്ലുന്നത് നിങ്ങൾ കേൾക്കല്ലേ? ആ കരയുന്ന സമയത്ത് കൊച്ചമ്മ പറയലുണ്ട്, നിങ്ങൾ ഇങ്ങനെ എന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു കഴുതനെ കൂടെ ഞാൻ ഇറങ്ങി പോകുന്നുള്ളത്. അത് എൻ്റെ കൂടെ തന്നെ വരുന്ന എൻ്റെ പ്രതീക്ഷ. ഹലോ, ആ പ്രതീക്ഷ വെച്ചല്ല ഞാൻ നിൽക്കുന്നത്. ഞാനിതിന്റെ ഭാഗമായുള്ള നിരന്തരമായ സമരസംഘടനാ പ്രവർത്തനങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഈ ഇൻഡസ്ട്രി ശരിയാക്കാൻ പറ്റുന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അന്ന് കയറി നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഉൽപ്പന്നങ്ങൾ കിട്ടിയ ആളൊക്കെ പറയും നല്ല ഉൽപ്പന്നമാണെന്ന്. അപ്പൊ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഇതിന്റെ എണ്ണൊന്ന് കൂടി കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ വരുമ്പോ എലമെന്റ്സിന്റെ 6 ഉൽപ്പന്നങ്ങളാണ് ഉള്ളത്. ആ 6 ഉൽപ്പന്നങ്ങളിൽ അതൊന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മംഗലാപുരം പോകണോ, അല്ലെങ്കിൽ കോയമ്പത്തൂർ പോകണോ, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകണോ? മംഗലാപുരത്ത് നിന്ന് പെട്ടിയിൽ സാധനങ്ങൾ കൊണ്ടുവന്നാൽ ഞാൻ വിതരണം ചെയ്തു കൊടുത്തത്. ആ ഇരുണ്ട കാലഘട്ടത്തിൽ നിങ്ങൾ വരാതിരുന്നത് നന്നായി. അന്ന് ഞാനിവിടെ പതുക്കെ ടീം ബിൽഡ് ചെയ്തു. ആ ടീം ബിൽഡ് ചെയ്ത സമയത്ത് ഇന്ന് കമ്പനി നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ള ഒരു ആനുകൂല്യം എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയത് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, ആഴ്ച വരുമാനം കിട്ടിയിട്ടുണ്ട്, മാസത്തെ പെർഫോമൻസ് ബോണസ് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു NTC CTC ആയതിനു ശേഷമാണ് കമ്പനി DTC ബോണസ് എന്ന് പറഞ്ഞിട്ട് ബോണസ് കൊണ്ടുവരുന്നത്. DTCക്ക് ഒരു ലോയൽറ്റി ബോണസ് അത് കൊണ്ടുവന്ന് അത് കിട്ടാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ അപ്പോഴേക്ക് DTC കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞതിന് ശേഷം NTCകൾക്ക് പെർഫോമൻസ് ബോണസ് കൊണ്ടുവന്നു. അപ്പോഴേക്ക് ഞാൻ ITC ആയി പോയി. ആ NTC ബോണസ് വാങ്ങാനുള്ള ഭാഗ്യവും പെർഫോമൻസ് ബോണസ് വാങ്ങാനുള്ള ഭാഗ്യവും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഈ കഴിഞ്ഞ വർഷം കമ്പനി വർഷത്തേക്ക് ഒരു വരുമാനം വേറെ കൊണ്ടുവന്നു, TDF. എൻ്റെ കൂടെ വന്ന ഒരുപാട് ലീഡർമാര് 2 ലക്ഷം 3 ലക്ഷം ഒക്കെ വാങ്ങിയ കഥകൾ പറയുമ്പോൾ കേട്ട് നിൽക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. എനിക്കൊരു ഉറുപ്പ്യം കിട്ടിയിട്ടില്ല. ഹലോ, അപ്പൊ അന്ന് വരുന്നതായിരുന്നു നല്ലത്, ഇന്ന് വരുന്നതായിരുന്നു നല്ലത്? ഏതാ നല്ലത്? ഞാൻ പണ്ട് ജനിക്കണ്ടായിരുന്നു, ഇപ്പൊ ജനിച്ചാൽ മതി വിചാരിക്കുന്ന ആളാ. ഇത് ഇങ്ങനെ ജന്മം തന്നെ പണ്ട് വേണ്ടില്ലായിരുന്നു, ഇപ്പൊ മതിയായിരുന്നു എത്രയോ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. കാരണം ഞാൻ സ്കൂളിൽ പോകുന്ന കാലത്ത് എനിക്ക് നല്ല ബാഗില്ല, നല്ല കുടയില്ല, നല്ല ഷൂവോ ചെരുപ്പോ ഇല്ല. എന്നാ ഇന്നത്തെ മക്കളോ എന്ത് സുഖ സൗകര്യത്തിലാണ് പോകുന്നത്. ഒരു ബാഗ് ഉണ്ടായാൽ പോരാ, അത് സ്കൂബിയുടെ തന്നെ ബാഗ് വേണം. ഒരു ഷൂ ഉണ്ടായാൽ പോരാ, അത് ആക്സിഡന്റ് തന്നെ ഷൂ ആയിരിക്കണം. ഒരു കുട ഉണ്ടായാൽ പോരാ, അത് പോപ്പിയോ ജോൺസോ തന്നെ ആയിരിക്കണം. സ്വിച്ച് ഇട്ടാ 100 സ്വിച്ച് ഇട്ടാ മടങ്ങണം. നമുക്ക് സ്വിച്ചേ ഉണ്ടായിരുന്നില്ല, കുടയേ ഉണ്ടായിരുന്നില്ല. ഹലോ, അവിടുന്ന് മുതിർന്ന് ഇത്തിരി വളർന്ന് വലുതായി ഒരു 10ാം ക്ലാസ്സും കോളേജൊക്കെ എത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ചരിത്രമൊക്കെ കണ്ടത് കാലഘട്ടത്തിൽ. ആ സമയത്ത് മിക്സഡ് ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം മിണ്ടാറില്ല. അഥവാ അസംബ്ലിക്കൊക്കെ ഓടുന്ന നോട്ടത്തിനിടയിൽ അറിയാതെ ഏതെങ്കിലും ഒരു കുട്ടി അങ്ങ് തട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അന്ന് ക്ലാസ് ഇരിക്കുന്ന ആ കുണ്ടം തൊട്ട് എൻ്റെ അമ്മോ ഉച്ചവരെ പിന്നെ ക്ലാസ് ഇരിക്കാൻ പറ്റില്ല. ഇന്ന് സ്കൂളിന് മുമ്പ് കൂടി പോകുന്ന സമയത്ത് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ കൈയടിച്ച് തോളിൽ കൈയിട്ട് പോണ കാണുക. എന്തിനാ അന്ന് ജനിച്ചതെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കലുണ്ട്. ഹലോ, MY ലൈഫ്, എൻ്റെ മൈ ലൈഫിലും MI ലൈഫ്, ഈ MI ലൈഫിലും പണ്ട് ജനിക്കുന്നതിനേക്കാൾ നല്ലത് ഇന്ന് ജനിക്കുന്നതാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഇന്നെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 100 ചില്ലൻ ഉൽപ്പന്നങ്ങൾ അതെടുക്കാൻ എല്ലാ ജില്ലയിലും ഓഫീസുകൾ, അല്ലെ പിക്കപ്പ് സെന്ററുകൾ, വരുമാനം കാണിക്കാൻ ഇഷ്ടംപോലെ ലീഡേഴ്സ്, ഉൽപ്പന്നങ്ങൾ റിസൾട്ട് കിട്ടിയ 1000കണക്കിന് 10000കണക്കിന് ആളുകൾ. ഇതൊന്നും ഇല്ലാത്ത കാലത്താണ് ഞാൻ ഇതിനകത്ത് വന്നത്. അന്നുള്ളത് ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ, ബിലീഫ്, വിശ്വാസം. ഇതെല്ലാം ശരിയാവുന്നുള്ളൂ വിശ്വാസം. ആ വിശ്വാസം കൊണ്ട് മാത്രമാണ് പിടിച്ചു നിന്നും പ്രവർത്തിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ കമ്പനി ഇപ്പൊ പറയണത് ഈ വരുന്ന 2030 ആകുമ്പോഴേക്കും ഏകദേശം 3000ഓളം ഉൽപ്പന്നങ്ങൾ കമ്പനി കൊണ്ടുവരുന്ന. 6ൽ നിന്ന് 100 ചില്ലാനിലേക്ക് കമ്പനി മാറിയിട്ടുണ്ടെങ്കിൽ 100 ചില്ലാന്ന് 3000ലേക്ക് മാറുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല.
ഇപ്പൊ നമ്മുടെ ലീഡർമാരൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു 1000 രൂപയുടെ 2000 രൂപയുടെ റീപർച്ചേസിന് പകരം വീട്ടിലേക്ക് ഡെയിലി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണം കുത്തനെ കൂടുമ്പോൾ അവരൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിന്റെ ആവറേജ് സെയിൽസ് ഒരു 5000-10,000 ആകുമ്പോഴേക്കും ഇന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ എത്രയോ മടങ്ങ് വരുമാനം കിട്ടാവുന്ന ഒരു വലിയ മേഖലയത്. അതിനിടയിൽ എനിക്ക് നിങ്ങളുടെ ഒറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ വിട്ടിട്ട് പോകരുത്. നിങ്ങൾ വിട്ടുപോകാനുള്ള ഒരു കാരണമോ ഒന്ന് പ്രവർത്തിക്കാതെ മാറി നിൽക്കുന്നതുകൊണ്ടാണ്. മാറി നിൽക്കുന്ന ആൾക്ക് നാളെ ഇതിനോട് വലിയ അടുപ്പം തോന്നില്ല, സ്വാഭാവികം നിങ്ങൾ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിന് നല്ല കാലം വരാൻ പോകുന്നുള്ളൂ. ആ നല്ല കാലം ആസ്വദിക്കണമെങ്കിൽ പ്രവർത്തിച്ചോണ്ട് കൂടെ നിൽക്കണോ, പ്രവർത്തിച്ചോണ്ട് കൂടെ നിൽക്കണോ. വെറുതെ ഐഡിയ അടിച്ച് നോക്കി നിന്നിട്ട് നല്ല കാലം വരുമ്പോൾ പ്രവർത്തിക്കുന്നല്ല, പ്രവർത്തിച്ച് നല്ല കാലത്തെ അടുത്തേക്ക് വിളിച്ചു വരുത്താൻ വേണ്ടി കഴിയണോ. ഹലോ ഹലോ കഴിഞ്ഞ സുഹൃത്തും ബൈക്കിന്റെ മുകളിൽ വയനാട് ചുരത്തും കൂടി പോകുന്ന സമയത്ത് അതുവഴി വേഗത്ത് പോകുന്ന ഒരു വലിയ വണ്ടിക്കാരൻ ഒരൊറ്റ തട്ട്. ഇവൻ നേരെ തെറിച്ച് കൊക്കയിലേക്കാണ് വീഴുന്ന സമയത്ത് അവൻ കൈ മേലോട്ട് വെച്ചപ്പോ ഏതോ ഒരു മരക്കമ്പ് കൈ കിട്ടി, മുറുകെ പിടിച്ച് മരക്കമ്പ് ഒടിഞ്ഞു തൂങ്ങിയാലും ശരി മുറിഞ്ഞു വീണില്ല. ഓൻ അതിന് മുകളിൽ പിടിച്ചു നിന്നിട്ട് ഒച്ചത്ത് കരയാണ്, അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ കരയുണ്ട്. പക്ഷേ ആരും കേട്ടില്ല. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ കൊല്ലിയാണ്, കൊക്കയാണ്. അത് കണ്ടാൽ തന്നെ കൈവിട്ടു. അവിടെ താഴേക്ക് കണ്ണു തുറന്ന് നോക്കിയതേ ഇല്ല, കണ്ണടച്ചു ഉച്ചത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. സമയം നേരം വിളിക്കാൻ തുടങ്ങി. അപ്പോ അയൽവാസികളെ ആളുകൾ ഓടി വന്ന് ഒരു മനുഷ്യന്റെ കരച്ചിൽ കേട്ടിട്ട്, എന്നിട്ട് അവര് പറയണേ പിടിവിടറാ പിടിവിടറാ. അങ്ങനെ താഴെ ആൾക്കാർ പിടിവിടാൻ പറഞ്ഞപ്പോ ഓനൊന്ന് കണ്ണൂർ താഴേക്ക് നോക്കുമ്പോ തറയിൽ നിന്ന് ഒരു അടി ഉയരത്തിലാണ് മൂപ്പർ തൂങ്ങി കിടക്കുന്നത്. ഇന്നലെ രാത്രി നോക്കിയില്ലെങ്കിൽ രാത്രി വീട്ടിൽ പോയി കിടക്കാനോ. ഹലോ, വെറുതെ ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല, പ്രവർത്തിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കണോ. ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കണോ, അയൽവാസികൾക്ക് കൊടുക്കണോ, സുഹൃത്തുക്കൾക്ക് കൊടുക്കണോ, ബന്ധുക്കൾക്ക് കൊടുക്കണോ, ഒരു ഐഡി ക്രിയേറ്റ് ചെയ്യണോ, നഷ്ടസാധ്യതയില്ലെന്ന് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കേണ്ടത് അവർക്ക് ബോധ്യപ്പെടണോ. അങ്ങനെ നിങ്ങൾ പിടിച്ചു നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും നിങ്ങളോട് വന്ന് ചേരാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ല. കാരണം അവനെല്ലാത്തതും പ്രശ്നങ്ങളാ. ഇന്ന് വലിയ വരുമാന മേഖലയായിട്ടുള്ള IT മേഖല തകർന്നും തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. AI പകരമായി ഡെവലപ്പായി കൊണ്ടിരിക്കുകയാണ്. അത് AI AGIയിലേക്കും ASIയിലേക്കും പോകാൻ കൊണ്ടുക. ആ വളർച്ചയൊക്കെ ഇന്നത്തെ സാധാരണ ചെറുപ്പക്കാരെ വലിയ സ്വപ്നങ്ങൾ കാണുന്നവനെ തകർക്കുന്നതാ. ഹലോ, ഇനി ആരോഗ്യ മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് പോവുക. നിങ്ങൾ അറിഞ്ഞൊന്നും എനിക്കറിയില്ല. ഇന്ത്യ രാജ്യത്തേക്ക് അമേരിക്കയിൽ നിന്ന്, ഇന്ത്യൻ കമ്പനിയിൽ നിന്ന്, അമേരിക്കയിൽ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുന്ന ബിസിനസ് ചെയ്യുന്ന ഇന്ത്യയിലെ വലിയ ഗ്രൂപ്പുകൾ ഇന്ത്യ രാജ്യത്ത് ആരോഗ്യ മേഖലയിൽ വലിയ പണം നിക്ഷേപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യ റൗണ്ടിൽ തീരുമാനിച്ചത് 25,000 കോടിയാണ്. ആ 25,000 കോടി നിക്ഷേപിക്കാൻ തീരുമാനിച്ചത് ഒന്ന് നമ്മുടെ കണ്ണൂർ ബേസിലുള്ള KK ഗ്രൂപ്പും ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനിയാണ്. അവർ ഇന്ത്യയിൽ പണം 25,000 കോടി എവിടെ കൊണ്ട് നിക്ഷേപിക്കണം നോക്കിയപ്പോ അവർ ആദ്യം സെലക്ട് ചെയ്തത് കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയില് ബേബി മെമ്മോറിയൽ എന്ന് പറയുന്ന പണ്ടത്തെ പേര് കേട്ട ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ആ പേര് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ 2500 കോടി അതിനകത്താണ് മുടക്കിയത്. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ബേബീന്റെ മാനേജ്മെന്റ് അല്ല, പുതിയ മാനേജ്മെന്റ്. പിന്നെ കുറച്ച് പൈസ മുടക്കിയത് മിംസ് കൊണ്ടുപോയിട്ടാ. പിന്നെ കുറച്ച് കൊണ്ടുപോയി മുടക്കിയത് ഇവിടെ മെയ്ത്രയെ കൊണ്ടുപോയിട്ടാ. അല്ല, കോഴിക്കോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ 3 ഹോസ്പിറ്റലായത്. ആ 3ലും പണം നിക്ഷേപിച്ചു. അവർ അടുത്ത പരിപാടി കോഴിക്കോട് ജില്ലയിലെ മൊത്തം ആശുപത്രി പണം നിക്ഷേപിക്കാനാ. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ബില്ല് കൂടുതലാകുമ്പോൾ മറ്റൊരുത്തേക്ക് പോയിട്ട് കാര്യമില്ല, എല്ലാവരും തന്നെയാണ്. വറക്കുന്ന ചട്ടിന് ചാടിയ കത്തുന്ന തീരാ വീഴാന്ന്. എന്താ ഈ കേരളം സെലക്ട് ചെയ്തത്? എന്താ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തീരുമാനിച്ചത്? അമേരിക്കയിൽ നിന്ന് വളർന്നു വലുതായി അവർക്ക് അമേരിക്കയിൽ പണം നിക്ഷേപിച്ചാൽ പോരെ? ലോകത്ത് ആരോഗ്യ മേഖലയിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ്. കഴിഞ്ഞ 90കൾ കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ വയൽവരമ്പുകള്, പാടങ്ങള്, കൃഷി. ആ നയത്തിന്റെ ഭാഗമായി കാർഷിക മേഖല തകർന്നു.
കാർഷിക മേഖല തകർന്നാൽ കൃഷിഭൂമി കുറയും, കൃഷിഭൂമി കുറഞ്ഞാൽ അധ്വാനം കുറയും, അധ്വാനം കുറഞ്ഞാൽ ആരോഗ്യം കുറയും, ആരോഗ്യം കുറഞ്ഞാൽ അസുഖം കൂടും. ഇന്ന് അതിന്റെ കാലഘട്ടമാണ്. ഇന്ത്യ പോലത്തെ ഇത്രയും വലിയ രാജ്യത്ത് ഈ നയത്തിനൊക്കെ എഫക്റ്റുകൾ വരെങ്കിൽ വർഷം കുറിച്ചെടുക്കൂ. കാർഷിക മേഖല തകർന്നുപോയി. ഇന്ന് വയലുകളില്ല. ഇന്ന് എവിടെയൊക്കെ വയലുകൾ തകർന്നിട്ടുണ്ടോ അവിടെയൊക്കെ ആശുപത്രികൾ കെട്ടിപ്പോയിക്കൊണ്ടിരിക്കുക. വയലുകൾ തകർന്നാൽ അധ്വാനം കുറഞ്ഞു പോകും, അധ്വാനം കുറഞ്ഞു പോയാൽ ആരോഗ്യം കുറഞ്ഞു പോകും, ആരോഗ്യം കുറഞ്ഞു പോയാൽ അസുഖം കൂടും. അതപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഷുഗർ പേഷ്യൻസ് ഉള്ളത്, ഷുഗറിന്റെ പറുദീസ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യമാണ്. അത് തലസ്ഥാനം കേരള. ഏറ്റവും കൂടുതൽ ഷുഗർ ഉള്ളത് 30-35 വയസ്സാകുമ്പോൾ ഞാൻ ഷുഗർ പേഷ്യന്റ് ആണെന്ന് പറയുന്ന 10-ൽ 7 ഉള്ളത് ഈ കേരളത്തിലാണ്. അതേപോലെ തന്നെ ക്യാൻസർ. ഒരു ദിവസം പുതുതായി 114 പേർക്ക് ക്യാൻസർ വരുന്ന ഏക നാട് കേരള ഇന്ത്യയിൽ. ഒരു ദിവസം പുതുതായി 114 പേർക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുതിയ ക്യാൻസർ പേഷ്യന്റ് വരുന്നത്. ഒരു വർഷത്തേക്ക് 45,000-ലധികം വരുന്ന ക്യാൻസർ രോഗികളാണ് ഈ കേരളത്തിൽ പറന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ പ്രതിസന്ധിയാണ്. ഇതിനെ മുറിച്ചു കിടക്കാൻ എന്ത് ചെയ്യും? ഷുഗർ വരാതിരിക്കണമെങ്കിൽ തവിടുള്ള ചോറ് വയ്ക്കണോ? നോർത്ത് ഇന്ത്യയിൽ എത്ര ഷുഗർ ഇല്ല, കാരണം ഗോതമ്പ ഉപയോഗിക്കുന്നത്. അത് തവിടോട് പൊടിച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിക്കും. നമ്മൾ അഥവാ ചപ്പാത്തി കഴിച്ചാൽ തന്നെ അതിന് മേലുള്ള തൊലി മുഴുവൻ പൊളിച്ച് കളഞ്ഞതിന് ശേഷം കിട്ടുന്ന ആശീർവാദ് ആട്ടയെ നമ്മൾ കഴിക്കാറുള്ളൂ. അത് കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ആ തവിട് വേണോ? അത് നമുക്കില്ല. ഇനി ഈ തവിടിന് കിട്ടുന്ന വൈറ്റമിൻ ഉണ്ടല്ലോ, അത് ടാബ്ലറ്റായി കഴിക്കുക. അത് മാത്രമേ പരിഹാരമുള്ളൂ. ചോറ് തിന്നെ മലയാളിയുടെ ഒരു ശീല. അത് തിന്നില്ലെങ്കിൽ ഒന്നും റാത്താവില്ല. ഹലോ, ഒരു നേരെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഒരു സംതൃപ്തി ഉണ്ടാവില്ല. അപ്പൊ ഓരത് കഴിച്ചിരിക്കും. അപ്പൊ ചോറ് തിന്നാ ഷുഗർ കൂടും. പിന്നെ ചോറ് തിന്നാൻ നിർബന്ധമുള്ള ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. ഒരു പ്ലേറ്റ് ചോറ് തിന്നുക, ആ ചോറിന് കിട്ടേണ്ട വൈറ്റമിൻസ്, തവിട് കിട്ടുന്ന വൈറ്റമിൻ ഉണ്ടല്ലോ, അത് ഒരു ടാബ്ലറ്റ് ആയിട്ട് കഴിക്കുക. അങ്ങനെ കഴിക്കേണ്ട ടാബ്ലറ്റിന്റെ പേരാണ് ഡയബാലൈഫ്. അത് ഷുഗർ വന്ന് മരിക്കാൻ നേരം കഴിക്കേണ്ടതല്ല, ഷുഗർ വരാതിരിക്കാൻ ചോറിന് വന്നിട്ടുണ്ടതാ. ഹലോ, പല ആൾക്കാർ ഡയബാലൈഫ് വാങ്ങി പെട്ടിയിൽ വെച്ചിട്ട് നല്ല ഷുഗർ മൂത്തോൽ അന്വേഷിച്ച് നടക്കുക കൊടുക്കാൻ. ഓൾക്ക് കൊടുക്കാനുള്ള അല്ല, നല്ലോണം ചോറ് നോക്കി ഓൾക്ക് കൊടുക്കി, ഷുഗർ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഷുഗർ വന്നാൽ കിഡ്നി പോകും, ഷുഗർ വന്നാൽ അറ്റാക്ക് വരും, ഷുഗർ വന്നാൽ കണ്ണ് പോകും, ഷുഗർ വന്നാൽ കാല് പോകും, ഷുഗർ വന്നാൽ കാഴ്ച പോകും. പിന്നെ മൂത്ര സംബന്ധമായ പ്രശ്നം വേറെ ഉണ്ട്. ഒഴിക്കണം തോന്നുന്നതിന് മുമ്പ് സംഭവം പോയിട്ടുണ്ടാവും. ഇതൊക്കെ ഷുഗറിന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് കഷ്ടപ്പെടാതിരിക്കാൻ ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ കഴിക്കേണ്ട ഉൽപ്പന്നമാണ് ഡയബാലൈഫ്. ഇനി രണ്ടാമത്തെ ക്യാൻസർ. നിങ്ങൾ പോയി ചോദിക്കും ഇവിടുത്തെ ഡോക്ടർമാരോട്, സാർ ക്യാൻസർ മാരകമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ക്യാൻസർ വരാതിരിക്കാൻ എന്താ സാർ ചെയ്യേണ്ടത്? ഡോക്ടർമാർ പറയും നല്ല ആന്റി ഓക്സിഡന്റ് കഴിച്ചാൽ മതി. ക്യാൻസർ വരാതിരിക്കാനും കഴിക്കേണ്ടത് ആന്റി ഓക്സിഡന്റ് ആണ്. ക്യാൻസർ വന്നാലും കഴിക്കേണ്ടത് ആന്റി ഓക്സിഡന്റാണ്. നല്ല ആന്റി ഓക്സിഡന്റ് കഴിക്കാൻ. സാർ ഈ നല്ല ആന്റി ഓക്സിഡന്റ് എവിടെ കിട്ടും? ഇപ്പൊ ഡോക്ടർ പറഞ്ഞു തരൂ, മുള്ളൻ ചക്കയും ലക്ഷ്മി തരുമൊക്കെ നല്ല ആന്റി ഓക്സിഡന്റ് സാധനമാണ്. പക്ഷേ ഇത് നമ്മളാരെയും പറമ്പിലില്ല, നമുക്ക് ആർക്കും ഇത് കിട്ടാനില്ല, കിട്ടിയാൽ തന്നെ കഴിക്കാനും അറിയില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ആന്റി ഓക്സിഡന്റ് 9 ലക്ഷം ഒറാക്കി വാല്യുള്ളത്, സ്വർണത്തിൽ 916 എന്ന് പറയാവുന്ന ഒരേ ഒരു ഫ്രൂട്ട് ജ്യൂസ് ഇന്ത്യ രാജ്യത്തുണ്ട്. അതിന്റെ പേരാണ് 95. ഈ സാധനം കഴിച്ചിട്ട് ക്യാൻസറിനെ അതിജീവിച്ചവരും സ്ട്രോക്കിനെ അതിജീവിച്ചവരും ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഞാൻ ഡോക്ടറല്ല, ചികിത്സകരല്ല. അതുകൊണ്ട് എല്ലാ ക്യാൻസർ പേഷ്യൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ 95 മാറ്റാൻ ഞാൻ പറയില്ല. എന്നാൽ ഈ ഉൽപ്പന്നം ഉപയോഗിച്ചിട്ട് സാർ എനിക്ക് ഈ അസുഖം മാറിയിട്ടുണ്ടെന്ന് വന്ന് സ്റ്റേജിൽ വന്ന് എക്സ്പീരിയൻസ് പറഞ്ഞ 100 കണക്കിന് ആളുകളെ അവർ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ സ്ട്രോക്ക് വന്നിട്ട് ഇനി ഒരിക്കലും നടക്കാനാവില്ല എന്ന് വിചാരിച്ച ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എൻ്റെ അനുഭവത്തിലുണ്ട്. അത്തരം ഉൽപ്പന്നങ്ങൾ കൊടുക്കാം. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇന്ന് നാട് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, 40 കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന വെരിക്കോസ് വെയിന് പുതിയ പ്രോഡക്റ്റ് വന്ന്. ഇപ്പൊ വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ കൊടുക്കുന്നത്? ബ്ലഡ് പ്യൂരിഫയർ, വെൽഹാർട്ട്. ബ്ലഡ് പ്യൂരിഫയർ ഉണ്ടെങ്കിൽ രക്തോട്ടം കൂടിക്കോളും, വെൽഹാർട്ടിനോട് തള്ളി കൊടുത്തോളൂ. പിന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ഭാവനയ്ക്ക് അനുസരിച്ച് വേറെ 1-2 പ്രോഡക്റ്റ് കയറി കച്ചവടം സാറേ നടത്തോട്ടെ, ഒരു ചമ്പിത്തേലും പെരട്ടിക്കോളി, ഞരമ്പൊന്ന് ലൂസ് ആയിക്കോട്ടെ.
എന്തൊക്കെ കൊടുക്കും, 95 കൊടുക്കുന്നുണ്ട് എനിക്കറിയില്ല. പക്ഷേ ഇനി എല്ലാം കൂടി കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് മാത്രം കൊടുത്താൽ മതി. പണ്ടത്തെ MBBS ഡോക്ടർമാരെ പോയി കാണുക, എല്ലാ രോഗത്തിനും ഒരാളെ നോക്കുക. ഇപ്പൊ ഒക്കെ സ്പെഷ്യലൈസ് ചെയ്ത്, ഇപ്പൊ കൈക്ക് നോക്കാൻ ഒരാൾ, വിരൽ നോക്കാൻ വേറൊരാൾ, അത്തരത്തിലെത്തിക്കുന്നത്. അതേപോലെ വെരിക്കോസ് വെയിന് മാത്രമായി കൊടുക്കാൻ ഒരു പുതിയ ഉൽപ്പന്നം കൂടി ഇപ്പോൾ ലോഞ്ചായിട്ട് അടുത്ത ആഴ്ച കൈ കിട്ടും. ഹലോ, എന്നിട്ടൊന്ന് കൈയടിച്ചു തുടങ്ങി. എനിക്ക് വേണ്ടിയിട്ടല്ലപ്പാ, ഇതൊക്കെ ഉണ്ടാക്കിയൊരു കമ്പനി ഉണ്ടല്ലോ. ഹലോ, ആരെ കണ്ടാലും ഒന്ന് മുഖത്തേക്ക് നോക്കുക. ഇത്തിരി ഡള്ളായിട്ട്, സ്കിന്ന് ഡള്ളായിട്ടുണ്ടെങ്കിൽ അപ്പ കൊടുക്കണോ ഫേസ് വാഷും ഫെയർനെസ് ക്രീമും. അതിനുശേഷം കാലിലേക്ക് നോക്കുക, ഇത്തിരി നിറക്കുറവുണ്ടെങ്കിൽ അപ്പ വെരിക്കോസ് വെയിൻ്റെത്. കാല് കണ്ടാലും മുഖം കണ്ടാലും ഒക്കെ കൊടുക്കാവുന്ന ഉൽപ്പന്നങ്ങൾ. എവിടെ കണ്ടാലും കച്ചവടക്കാരുടെ കണ്ണോട് കാണുക, വേറൊന്നും കാണാണ്ടിരിക്കുക. ഹലോ, അപ്പൊ അത്രയും ഉൽപ്പന്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഒഴിവുള്ള ദിവസവും ഇതിന് കുറെ കഥകൾ പറയാനുണ്ട്, അനുഭവം കിട്ടിയ കുറെ ആൾ നിങ്ങൾ മുമ്പിലേക്ക് ഷോ ചെയ്യാനുണ്ട്. പക്ഷെ ഇപ്പൊ സമയപരിമിതി ഉണ്ട്. കാരണം ഇപ്പൊ ഒരു ചെറിയ സമയം കൊണ്ട് മാക്സിമം കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചു പോകുന്ന ഉത്തരവാദിത്തത്തിലാണ് എല്ലാ ലീഡേഴ്സും സംസാരിക്കേണ്ടത്. അതുകൊണ്ട് സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുകൊണ്ട് ഒരാളെ ഒരു നേരം വഞ്ചിക്കേണ്ട, ഒരുത്തന്റെ കണ്ണീര് കണ്ട എളുപ്പമായിട്ട് കുറുക്കുമായിട്ട് പണം ഉണ്ടാക്കുന്ന ഏർപ്പാടില്ല. മുടക്കുന്ന പൈസയും മൂല്യമുള്ള ഉൽപ്പന്നം കിട്ടും, വാങ്ങി വിറ്റാൽ മാന്യമായ ലാഭം കിട്ടും. നിങ്ങൾ ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവർക്ക് വരുമാനം കിട്ടും. അവർ ചെയ്യുന്ന മൂല്യത്തിന്റെ ഒരു ചെറിയ ശതമാനം നിങ്ങളൊരു പരസ്യക്കാരന്റെ, ഒരു ഇടനിലക്കാരന്റെ ജോലി ചെയ്തു എന്നുള്ളതുകൊണ്ട് അത് രേഖപ്പെടുത്തി വെക്കാൻ ഒരു സംവിധാനം, ഒരു കമ്പ്യൂട്ടർ സംവിധാനം ഉള്ളതുകൊണ്ട് അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. തത്തുല്യമായി വരുമാനം നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ വരുമാനം കൂട്ടിവെച്ച് നിങ്ങൾ നടത്തി കൊടുത്ത കച്ചവടത്തിന്റെ അഭിമാനത്തോടുള്ള വരുമാനം നിങ്ങൾക്ക് വാങ്ങിക്കാം. 450 മുതൽ 210 വരെ കമ്പനിക്ക് നിങ്ങൾ ടേൺ ഓവർ ഉണ്ടാക്കുന്നതിന് അത് കൂടാതെ എക്സ്ട്രാ വരുമാനങ്ങൾ, മാസ വരുമാനങ്ങളായി കമ്പനി വേറെ തരുന്നുണ്ട്. ആ വരുമാനം നിങ്ങൾക്ക് ആസ്വദിക്കാം. 10 ദിവസം കിടന്നു പോകുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ടീം ലൈവ് ആണെങ്കിൽ വരുമാനം വീട്ടിൽ കിട്ടും. എത്രയോ ആളുകൾ ഗൾഫിലൊക്കെ ജോലി ചെയ്ത് തിരിച്ച് നാട്ടിൽ വരുന്ന സമയത്ത് 20, 25, 30, 40 കൊല്ലം ഗൾഫിൽ നിന്ന് നാട്ടിൽ വരുന്ന സമയത്ത് പിന്നെ ഗൾഫിൽ നിന്നൊന്നും കൂടി വരാണ്ടാവില്ല. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, അങ്ങാടിലേക്ക് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഗൾഫുകാരെങ്ങനെ കാണൂ. അപ്പൊ എവിടെയും ദുബായിൽ എവിടെയും, കരാമയിൽ എവിടെയും, ഞാൻ ഇതിന്റെ ബാക്കിൽ സൗദിയിൽ എവിടെയും, ഗോൾഡ് സൂക്കിൽ എവിടെയും. ഇങ്ങനെ നമുക്ക് ആളെ മുമ്പ് ചോദിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നയാ പൈസ കൊണ്ട് വരൂല. പക്ഷേ ഇവിടെ 5 or 10 കൊല്ലോ നന്നായി പണിയെടുത്ത് നല്ലൊരു ടീം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കിടന്നാൽ കിടക്കുന്ന വീട്ടിലേക്ക് എല്ലാ ആഴ്ചയും ബുധനാഴ്ച വരുമാനം വരുന്ന കമ്പനിയുടെ പേരാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ്. മരിക്കുന്നതിന് മുമ്പ് കുടുംബനാഥർക്ക് ആകെ ഒരു വിഷമമുള്ളൂ, ഞാൻ ആവശ്യത്തിനൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ മക്കള് ഉദ്ദേശ നിലയ്ക്ക് എത്തിയില്ല, അവർക്ക് എൻ്റെ ഒരു സ്കില്ല് കിട്ടിയില്ല, എന്നെ പോലെ ആയി കിട്ടിയില്ല. ആ പരാതിയും വേണ്ട. നിങ്ങൾ എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ടോ അത് നിങ്ങൾ ഇല്ലാത്ത കാലത്ത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത്, ഭാര്യയാണെങ്കിൽ ഭാര്യയ്ക്ക്, ഭർത്താവിനാണെങ്കിൽ ഭർത്താവിന്, മക്കൾക്കാണെങ്കിൽ മക്കൾക്ക്. നിങ്ങൾ ഇല്ലാത്ത കാലത്ത് ഇന്നും നിങ്ങൾ ചെയ്തതിന്റെ വരുമാനം നാളുകളിൽ മക്കൾക്ക് അതേപോലെ കൈമാറാം. അത് പേരമക്കൾക്കും അടുത്ത മക്കൾക്കും ഒക്കെ കൊടുക്കാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അത്. അപ്പൊ 40 കൊല്ലം ഗൾഫ് പണിയെടുത്താൽ 4 കൊല്ലം ഇവിടെ പണിയെടുത്താൽ, വെറുതെ കിടന്നാൽ വരുമാനം കിട്ടും. നാളെ കിടന്നു പോകുന്ന സമയത്ത് വരുമാനം കിട്ടുന്നത് മാത്രമല്ല, മരിച്ചു പോകുമ്പോൾ അടുത്ത കുടുംബത്തിന് കിട്ടും. മക്കൾക്കും പേരമക്കൾക്കും ജനറേഷൻ ടു ജനറേഷൻ കൈമാറാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അതിന് ലക്ഷങ്ങളും കോടികളും ആരോടും വാങ്ങണ്ട, എവിടെയും ഡെപ്പോസിറ്റ് ചെയ്യേണ്ട, ഒരുത്തരെയും പറ്റിക്കാൻ വേണ്ട. അഭിമാനത്തോടെ നട്ടലോടെന്ന് പറയാ, ഇതൊരു പക്ക കച്ചവട മക്കളെ. ഇതൊരു പരസ്യക്കാരും ഇടനിലക്കാരും വേറെ ഇല്ല. മുടക്കുന്ന പൈസ മൂല്യമുള്ള ഉൽപ്പന്നം കിട്ടും, വാങ്ങി വിറ്റാൽ മാന്യമായ ലാഭം കിട്ടും. ആളുകൾ പരിചയപ്പെടുത്തിയാൽ നിലയ്ക്കാത്ത വരുമാനം ഉണ്ടാവും. വിജയിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കൈ വെച്ചോ. അന്ന് കേട്ട് കൈവച്ച ആദ്യത്തെ എൻ്റെ കുട്ടിയാണ് നിങ്ങളെ ലീഡർ ബിജു BK സാറ്. അന്ന് ആദ്യത്തെ കൈവച്ച കുട്ടി. പക്ഷെ ഒറ്റ കാര്യം ചെയ്തുള്ളൂ, ആ കയ്യിൽ നിന്ന് അയാൾ വൈകി പോയി, പിന്നെ വന്നില്ല. അയാൾ കല്യാണം ചെല്ലുന്ന മാനേജറാണ്, അതുകൊണ്ട് മൂപ്പര് കൂടി വരില്ല. പക്ഷേ ഞാൻ നിരന്തരമായി ഫോളോ അപ്പ് ചെയ്തു. എനിക്ക് ആഴ്ച വരുമാനം കിട്ടി, ആദ്യ വരുമാനങ്ങൾ കിട്ടാൻ തുടങ്ങി, മാസ വരുമാനം കിട്ടാൻ തുടങ്ങി. ഇതൊക്കെ ഞാൻ അയാളോട് പറഞ്ഞ്, എന്നിട്ടും അയാളെ ഇൻസ്പയർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഒരു ദിവസം അയാള് ഈ ബിസിനസ് വന്ന് 1 വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷത്തിപ്പോ ഈ കമ്പനി തരുന്ന ഏറ്റവും വലിയ എമൗണ്ട് ആയിട്ടില്ല, ആഴ്ചക്ക് 2.10 കിട്ടിയപ്പോ ഞാൻ നേരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. ഇത് പുതിയ ആൾ കേൾക്കണം. കാരണം ഏതൊരാൾക്കും ഒരു വലിയ സന്തോഷം ഉണ്ടെങ്കിൽ ആദ്യം പോകുന്ന വീട്ടിലേക്കാണ്. നിങ്ങൾ 10ാം ക്ലാസ് നല്ല മാർക്ക് കിട്ടിയാൽ ഉമ്മാനോടും ഉപ്പാനോടും പറയും, അയൽവാസിയോട് പറയും,
ബന്ധുക്കൾ പറയും ഒരു സന്തോഷം കിട്ടിയ ഒരു കപ്പ് കിട്ടിയാൽ ഓടേണ്ട വീട്ടിലേക്ക്. പക്ഷെ ഞാൻ ഓടി എൻ്റെ വീട്ടിലേക്കല്ല, ഞാൻ ഒന്നാമത്തെ കുട്ടീൻ്റെ വീട്ടിലേക്കാണ് ഓടിയത്. ബിജു പി കെ സാറ് വീട്ടിൽ പോയപ്പോൾ അയാൾ അവിടെ ഇല്ല. അയാളെ അമ്മോച്ചൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഭാര്യ വീട്ടിലുള്ളത്. വണ്ടി വിട്ട് ഭാര്യ വീട്ടിലേക്ക്, ഭാര്യ വീട്ടിൽ ചെന്നിട്ട് ബിജു സാറെ വിളിച്ചിരുത്തി, അമ്മോച്ചനെ അമ്മായിമ്മനെ അയാളെ ഭാര്യനെ വിളിച്ചിരുത്തി. ഞാൻ പറഞ്ഞ്, ബിജു സാറെ ഈ ബിസിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ പ്രതീക്ഷയ്ക്കകത്ത് അയാൾ വന്നിട്ടില്ല. എന്നാലും ശരി, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ഞാൻ നടപ്പിലാക്കും. ഞാൻ 2.10 വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനിയിൽ വന്നത്. ബിജു സാറ് 1 രൂപയുടെ നയാ പൈസ ബിസിനസ് ചെയ്യാതെ ആ ആഴ്ചക്ക് 2.10 ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങിയ ദിവസം ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി അങ്ങോട്ട് ഞാനും ബിജു സാറും തമ്മിലുള്ള വരുമാനത്തിന്റെ വ്യത്യാസം അത് വലുതായിരിക്കൂട്ടോ. ഒരുമിച്ച് ഒരേ കട്ടിലിൽ ഒരുമിച്ച് കിടന്നുറങ്ങിയവരാ, ഒരു പാത്രത്തിൽ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചവരാ, 6 വർഷക്കാലം ഒരേ കമ്പനിയിൽ ഞങ്ങൾ ജോലി ചെയ്തവരാ. അതുകൊണ്ട് രക്ഷപ്പെടുമ്പോൾ ആദ്യം എൻ്റെ കൂടെ അവൻ രക്ഷപ്പെടുന്ന എനിക്ക് നിർബന്ധമില്ലായിരുന്നു. സ്വന്തമായിട്ട് അളിയനും അനിയനും ചേട്ടനും ഒക്കെ എൻ്റെ കുടുംബത്തിൽ. അവരൊന്നും ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാതെ ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി കൊടുത്തത് എൻ്റെ കൂടെ കിടന്നവനാ. പക്ഷേ അയാൾക്ക് വലിപ്പം മനസ്സിലായില്ല, ഞാൻ വിട്ടുപോയതുമില്ല. ഞാൻ 2.10 വാങ്ങിയതിന് ശേഷം വീട്ടിൽ പോയി ഇതേ അവസ്ഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ബിജു ഇനി നീ ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ തമ്മിൽ അകൽച്ച കൂടും. എൻ്റെ സമ്പത്ത് പെട്ടെന്ന് വളർന്നു വലുതാവും, നിനക്കൊരിക്കലും എൻ്റെ ഒപ്പത്തനാവില്ല. അതുകൊണ്ട് നിന്റെ ഭാര്യയ്ക്ക് നിന്റെ മക്കൾക്കൊക്കെ നാളെ ഞാൻ ഒരു പണക്കാരും നീ ഒരു പാവപ്പെട്ടവരായിട്ടുള്ള അകൽച്ച ഉണ്ടാവും. ആ ബന്ധം തകരാതിരിക്കണമെങ്കിൽ നീ ഇന്ന് ഇറങ്ങാൻ തീരുമാനിക്കണം. അതിനുശേഷം എൻ്റെ ഒരു പ്രാക്കു അമ്മോച്ചനെടുത്ത്, ഇനി ഇവന് പറഞ്ഞതിന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളെ മരുവൻ നരകിച്ച് ചാവുള്ളൂ എന്ന് പറഞ്ഞു. നരകിച്ച് ചാവുള്ളൂ എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ഇറങ്ങി പോന്ന്. അന്ന് ഇറങ്ങിയതാ ബിജു പി കെ സാറ്. അന്ന് രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് എന്തുണ്ടായി, ആഴ്ചക്ക് 2.10 ITC ലീഡറായി, സ്കോഡ കാറായി, വലിയ വീടുണ്ടാക്കുന്നു. എല്ലാ അർത്ഥത്തിലും ബെൽനിയെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് 10 മടങ്ങായ വിശ്വാസം ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ അദ്ദേഹം നിങ്ങൾക്ക് തിരിച്ചു തന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അദ്ദേഹത്തിനെ കൈപിടിച്ച് നിങ്ങൾ ഓരോരുത്തരും നാളുകൾ കഴിയുന്ന സമയത്ത് ഈ നാട്ടിലെ ഏറ്റവും സമ്പന്നമാരായി മാറാനുള്ള ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്.